നിലമ്പൂരിൽ ചിലയിടങ്ങളിൽ കനത്ത പോളിംഗാണ്. ദൃശ്യമൊന്ന് കണ്ടില്ലേ? UDFകാരും ലീഗന്മാരും തെരഞ്ഞെടുപ്പാണെങ്കിൽ എന്ത് കിട്ടിയ അവസരത്തിൽ ആ പോളിംഗ് അങ്ങ് കൊഴുപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഭക്ഷണം കഴിക്കുന്നതിനെ അടുത്ത് ഇതുപോലെ വിമർശിക്കാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. പാടില്ല തന്നെ. പക്ഷേ ഇവർ ചെയ്ത മുൻ പ്രവർത്തനങ്ങൾക്ക് അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ മറുപടി കൊടുക്കേണ്ടതുണ്ട്. കാര്യം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രാതൽ ചർച്ചയിൽ ഭക്ഷണ സാധനങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇവർ നടത്തിയ പ്രചരണങ്ങൾ ഓർമ്മയില്ലേ? അന്ന് അതിനെ ആഹാരമാണെന്ന് പോലും മാനിക്കാതെ അതുപോലും എടുത്ത് രാഷ്ട്രീയ കുപ്രചരണത്തിന് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിലമ്പൂരിൽ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാൾ അവരുടെ വീറുറ്റ പോരാട്ടം നടക്കുന്നത് എവിടെയാണെന്ന് ആ ദൃശ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും. സിദ്ദിഖൊക്കെ രണ്ടും കൽപ്പിച്ചാണ്. എന്തെങ്കിലുമൊക്കെ ഇവിടെ സംഭവിച്ചേ മതിയാകുള്ളൂ. ഒരുങ്ങി തന്നെ ഇരിക്കുകയാണ്. കാര്യം ഇന്നലകളിൽ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഇന്ന് മറുപടി പറയേണ്ടി വരും. അത്തരം ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങൾ വരുമ്പോൾ അത് തുറന്നു കാട്ടിയിട്ട് ഇന്നലകൾ ചെയ്ത തോന്നിവാസത്തിനുള്ള മറുപടിയായി തന്നെ ചോദിക്കും. ഇത് ഓക്കെയാണ്, അത് മോശമായിരുന്നു. കാര്യം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രവർത്തനം ചെയ്താലും അത് അശ്ലീലമായിട്ട് ചിത്രീകരിക്കാനാണല്ലോ പതിവ്. അതുപോലെ ഇത്തരം കാര്യങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോളിംഗ് കൂട്ടാനുള്ള UDF നേതാക്കന്മാരുടെ തിരക്കും വെപ്രാളവും നാട്ടുകാർ കണ്ടതിന് ശേഷം ഇന്നലകളിലെ ഭക്ഷണങ്ങൾ കാണിച്ച് പ്രചരിപ്പിച്ചവർ തീന്മേശയിൽ നിരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങൾ നോക്കിയേ. എത്ര ലളിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ് കോൺഗ്രസ്സുകാരെന്നും ബാക്കിയുള്ളവർ കഴിക്കുന്നതിനെ ഉയർത്തിക്കാട്ടിയിട്ട് ഇവർ കഴിക്കുന്നത് ഇതൊക്കെയാണെന്ന് ആക്ഷേപിക്കുന്നവർ സ്വന്തം തീന്മേശയിൽ കഞ്ഞിയും ചമ്മന്തിയും കഴിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നതെന്നങ്ങ് വിചാരിച്ചോളണം. ഇതൊക്കെയാണ് കോൺഗ്രസ്സുകാർ, അല്പത്തരത്തിൻ്റെ ആശാന്മാർ. ഇന്നലകളിൽ ഇവർ ചെയ്തത് തോന്നിവാസമായതുകൊണ്ടാണ് ഇത്തരം വീഡിയോകൾ മോശമാണെന്ന് ഉള്ളിലുണ്ടെങ്കിലും പക്ഷേ ചില കാര്യങ്ങൾ ഇവർ ചെയ്തതിന് ശേഷം എന്തോ കേമത്തരം പോലെ പുറത്തേക്ക് വിടുമ്പോൾ അത് കേമത്തരമല്ല. നിങ്ങൾ പറഞ്ഞ രീതി അനുസരിച്ചാണെങ്കിൽ ഏറ്റവും ആക്രാന്തത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും രീതിയാണെന്നാണ് ഇന്നലകൾ നിങ്ങൾ തുടങ്ങി വെച്ച രാഷ്ട്രീയത്തിലൂടെ ജനങ്ങളോട് പറയേണ്ടി വരുന്നത്. നിങ്ങൾ കാട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് അതേ രീതിയിൽ തന്നെ മറുപടി കിട്ടും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അറിയാമെങ്കിൽ പോലും നിങ്ങൾ ചെയ്തിട്ടുള്ള ഇന്നലകളിലെ വൃത്തികേടുകൾ, ആ വൃത്തികേടുകളെ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ തുറന്നു കാട്ടിക്കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.